എന്താ പറയാനുള്ള? ഒന്നും പൊതുവെ പറയാനില്ല. പറയുന്ന കാര്യങ്ങൾ പറയട്ടെ. പറയട്ടെ. ഒന്നും പറയാനില്ല. പേടിയാണോ പുള്ളിനെ? പുള്ളിയെ പേടിക്കണമൊന്നുമില്ല. എനിക്ക് ദൈവത്തെ തന്നെ പേടിയുണ്ട്. പക്ഷെ പേടിയുണ്ട് പേടിയില്ലല്ലേ പറഞ്ഞെ? പേടിയുണ്ട്. പക്ഷെ ദൈവത്തെ തന്നെ പുള്ളിയെ പേടിയുണ്ട്. പുള്ളിയെ എന്നാലും പേടിക്കേണ്ട ആറാട്ടനെ ആവശ്യമില്ലല്ലോ. പക്ഷെ പുള്ളി ഇങ്ങനെ അറിയാലോ, ക്യാൻസർ എന്ന് പറയുമ്പോൾ ആള് നമ്മളെ പറ്റി പലതും പറയുമ്പോൾ അതിനെപ്പറ്റി എപ്പോഴും ഉത്തരം കൊടുക്കും നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരുപാട് ചാനൽ അതെ, അതെ. ഇന്റർവ്യൂ വന്നാണ് അതെ. കുറ്റം പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളങ്ങനെ കുറ്റം പറയാറില്ല. ആറാട്ടെണ്ണം പറയാതെ പൊതുവെ ആറാട്ടെണ്ണൻ അലിൻ ജോസ് ആണ് പൊതുവെ റീച്ചിന് വേണ്ടിട്ട് എന്തും പറയാറെന്ന് പറഞ്ഞത്. ഇപ്പൊ ആറാട്ടെണ്ണ ഞങ്ങളെ റീച്ചിന് വേണ്ടി ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നതാണ് ശ്രീലക്ഷ്മി ആണെങ്കിൽ. കാരണം നമ്മളെ ശ്രീലക്ഷ്മിയോട് അങ്ങോട്ട് പറയും അല്ലേ, അതെ, ചോദിച്ചിട്ടില്ല. അതെ. പറ. റീൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു റീല് പറ്റി വേണ്ട, നമുക്ക് എന്നാ ഒരു കല്യാണം. വെഡിങ് ഫോട്ടോ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ശ്രീലക്ഷ്മി ആയാലും ഇപ്പൊ എന്താണ് നമ്മുടെ രേണുസുതി ആയാലും ഇവൻ കാരണം രക്ഷപ്പെട്ട ആൾക്കാരാ. ധ്യാന ചേച്ചി റെസ്പെക്ട് ഉണ്ട്. റെസ്പെക്ട് ഉണ്ട് അല്ലെ? ധ്യാന ചേച്ചി അല്ല, റെസ്പെക്ട് അല്ല, നിന്റെ കൂടെ നിന്ന് വൈറലായ ആൾക്കാരാ. അല്ലേ? ഞാൻ നേരത്തെ കാര്യം- ചെയ്തെങ്കിലും ഒന്നും വിജയിച്ചിട്ടില്ല. ഞാൻ കാര്യം പറയാം. ശരിയല്ലേ? ചേച്ചി ബിഗ് ബോസിൽ പോയിട്ടും നമ്മൾ വിളിച്ചപ്പോ 2 ദിവസം ഫോൺ ഫോൺ എടുത്ത്. പക്ഷെ ഈ രേണുചേച്ചി ഒരു പാവമാണ്. പണ്ട് നമ്മളെ അറിയാലോ നമ്മളെ. സീരിയസ്ലി മൈൻഡ് ആക്കുന്നു. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇന്റർവ്യൂ കണ്ടപ്പോ ആൾക്കാർ കൊടുത്തത് ജീവിതാവസാനം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നല്ല, അല്ലാണ്ട് അതിനെ മോശമായിട്ട് കാണുന്നില്ല. പക്ഷെ ചില ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഒരു നായികമാരെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ആ ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞു വിടണം. വെറുതെ അവരെ വിളിക്കുക അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. ഞാൻ വിളിക്കാറില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ആൾക്കാർ. മനസ്സിലായോ? പരിപാടിക്ക് ഇപ്പൊ വർഷങ്ങളായിട്ട് ചില ആൾക്കാരായിട്ട് എനിക്ക് ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പേര് ഞാൻ പറയുന്നില്ല, മറ്റേ നല്ല ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പൊ ഒരു മറ്റേ എന്താ പറയാ പോഡ്കാസ്റ്റ് വരെ ഞാൻ ചെയ്തു കഴിഞ്ഞ ദിവസം. പോഡ്കാസ്റ്റ് മൈക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള സംഭവം. അപ്പൊ അതൊക്കെ നമ്മളോട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നത്. കാരണം നമ്മളെ പലരും മാറ്റി നിർത്തി പല ആങ്കർമാരും നമ്മളെ വിളിച്ചു വെച്ച് കളിയാക്കിയിട്ടുണ്ട്, ഈ പെൺകുട്ടികളുടെ ആങ്കർമാര്. അപ്പൊ നമ്മൾ ഇത് ഇപ്പോ നമ്മളോട് പറഞ്ഞൊരു പ്രപ്പോസൽ പ്രാങ്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ അതിനകത്ത് ചെയ്തു. അല്ലാണ്ട് ഇങ്ങോട്ട് ചില ആൾക്കാർ പ്രപ്പോസൽ ചെയ്യാറുണ്ട് കളിയാക്കിയത്. പക്ഷെ അതിനൊന്നും നമ്മൾ വീഴുന്നില്ല. നമ്മളൊരു ലൈഫില് ഒരു സമയത്ത് ആ പെണ്ണിന് കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പൊ രേണുസുതി നിങ്ങൾ വഴിയാണ് ബിഗ് ബോസിൽ പോയതുള്ളത്. എന്നിട്ട് ഇപ്പൊ ദുബായി പോയിട്ട് ബാറിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയുന്നത്. വീഡിയോസ് ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ബാറി പോയി ഡാൻസ് കളിക്കണം, ദുബായി ബാറി പോയി. അത് ആ ചെയ്യട്ടെ. ചേച്ചി വളർന്നതിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റും. അതായത് ആ ചേച്ചി വളർന്നതിൽ ഏറ്റവും കൂടുതൽ അസൂയുള്ള ആളുടെ പേര് ഞാൻ പറയില്ല. ആള് വെറുതെ പുള്ളിക്കാരത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി. പേര് ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പൊന്നുമോളെ, രേണു ചേച്ചി അത്ര ആവണമെങ്കിൽ മോള് കുറച്ചും കൂടി പുള്ളിക്കാരത്തി കയറിയതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്ന് പാവങ്ങളുടെ ഇടയിൽ നിന്നാണ് രേണു ചേച്ചി വന്നേക്കണം, അല്ലേടാ? അതെ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല. രേണു ചേച്ചിയുടെ ഇവന്റെ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയില് ഇവൻ നായകനും ഞാൻ ഗുണ്ടയാണ്. ഞാൻ ഗുണ്ടയായിട്ടുണ്ട്. അതെ. 11 നായികമാരെ, അതായത് കാസിനോടെ 2 എന്ന് തന്നെ പറയാം പെരേരയുടെ ശ്രീകുട്ടൻ. മറ്റേ നമ്മളെ ചില ആൾക്കാർ കളറിന്റെ കാര്യത്തിൽ മാറ്റി നിർത്തും. അല്ല, ചില ആൾക്കാരെ ഇങ്ങനെ കറുത്ത നടിമാരെ വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു അടിയാണ്. കാരണം ഇതിൽ കൂടുതലും നമ്മളെ ഇരുനിറമുള്ള ആൾക്കാരാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. 5 പേര്. ബാക്കിയുള്ള ആൾക്കാർ ഒരു 10 പേരാണ് ഗ്ലാമർ ഉള്ള ആൾക്കാർ. എല്ലാവർക്കും അവസരമുണ്ട് നമ്മളവിടെ. അല്ല, രേണുവിന്റെ വളർച്ചയില് മുഖ്യ പങ്ക് വഹിച്ചത് അനിൽ ജോസ് തന്നെയാണോ? വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടിയൊക്കെ റീച്ച് വന്നത് നമ്മൾ കാരണമായിരിക്കാം. ആ ഒരു അടുത്ത് കറക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇപ്പം ചെയ്തില്ലല്ലോ. കാരണം ചില ആൾക്കാർ ഒരു മേടിക്കാനായിട്ട് ആ ടൈമൊക്കെ ചോദിച്ചപ്പോ ജസ്റ്റ് ചെയ്തു വേറെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് ഒരാള് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആള് ചെയ്യുന്നില്ല. പക്ഷെ ശ്രീലക്ഷ്മി ഒരുപാട് റീല് കാര്യങ്ങളൊക്കെ പല ആളുകളെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഡൗൺ പോകുന്നത്. വേറെ നമ്മളുടെ റീൽ ചെയ്ത് മില്യൺസ് ഓഫ് മില്യൺസ് കയറി പെട്ടെന്ന് വേറെ ആൾക്കാരോടെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഡൗൺ ആയി പോയി പല വീഡിയോ. ഒരു സംശയം ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം അനിൽ ജോസ് എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ പുള്ളി അടുത്തായിട്ട് 1-2 വോയിസ് കണ്ടായിരുന്നു. അതായത് ഒരു ലേഡിയുടെ അക്കൗണ്ടിലോട്ട്, പുള്ളിക്കാരി ഒരു ആക്ടറാണ്, പുള്ളിക്കാരുടെ അക്കൗണ്ടിലോട്ട് പുതിയതായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള. അത് ഈ നായികമാരുടെ ക്ഷാമം കൊണ്ടാണോ അല്ലെങ്കിൽ പുതിയവർക്ക് അവസരം കൊടുക്കുന്നതിന്റെ ഒരു ഇതായിട്ടാണോ എന്നൊരു സംശയം. പുതിയ നടിമാർക്ക് നമ്മള് ചെയ്യാറില്ലെന്ന് പറയുന്നില്ല. ഈ കാസ്റ്റിംഗ് കോള് നമ്മള് പല ഇൻസ്റ്റാഗ്രാമിലുള്ള പല ലേഡീസിനോട് നമ്മള് ചാൻസ് തരാന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ വൃത്തിയോടൊന്നും അയക്കാറില്ല. ഈ പറയുന്ന ചില ആൾക്കാർ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചില ഫീൽഡ് നടക്കുന്നുണ്ട്, പക്ഷെ പെരേരയുടെ പരിപാടിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നമ്മൾ 9 മണിക്ക് വരിക, വൈകുന്നേരം 5 5 മണിക്ക്. മണിക്ക് അത് പോകും. ഫാമിലി ആയിട്ട് വരിക, ഫാമിലി ആയിട്ട് പോവുക. പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട കാര്യമില്ല. നായികമാരോട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അവര് ഫാമിലി ആയിട്ട് വരിക, അമ്മയും അച്ഛനും ഭർത്താവും എല്ലാവരും ആയിട്ട് തുറന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ ഓപ്പൺ മൈൻഡ് ആർക്ക് വേണമെങ്കിൽ തുറന്നു പറയാം. പക്ഷെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. കാരണം കൊല്ലത്ത് വരെ ഞാൻ ഷൂട്ട് ചെയ്തു, നമ്മ പോയിട്ടുണ്ടായില്ല. ചേച്ചിമാര് പറഞ്ഞിട്ട്. കാരണം അവര് 3 പെണ്ണുങ്ങൾ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല, എന്നാലും ഞാൻ നോക്കുന്നില്ല. ഗ്ലാമർ പാവപ്പെട്ട നോക്കുന്നില്ല. പെൺകുട്ടികളാണ്. ഇവന്റെ നിറം കുഴപ്പമില്ലല്ലോ. അപ്പൊ നിറത്തെ നമ്മൾ ഒരിക്കലും കളിയാക്കുന്നില്ല. പലപ്പോഴും നമ്മള് ഒരു കാര്യങ്ങൾ വന്നപ്പോഴും നിറത്തെ പറ്റി കളിയാക്കിയൊക്കെ പറഞ്ഞു. പക്ഷെ നിറം ഒരിക്കലും ഒരു ബാധകമല്ലെന്ന് ഞാൻ പറയും. കാരണം ക്യാരക്ടറിന് ഉചിതമാണെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഭാവിയിൽ നമ്മള് കെട്ടുന്ന പെണ്ണിന് നിറം കൂടി പോയാൽ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം നമുക്ക് തന്നെ പോലെ തീരുമാനം പറഞ്ഞേ. കേരളം മുഴുവൻ കാത്തിരിക്കുക, കേരളമല്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുക, ലോകം മുഴുവൻ കാത്തിരിക്കുക. അവിടെ ആലോചനകൾ വരുന്നുണ്ട് പേരേരക്ക്, പക്ഷെ നോക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ ആലോചിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ വെളിയിലാണ്. കാരണം മറ്റേ നമ്മുടെ കോയമ്പത്തൂര്, ബാംഗ്ലൂര്, ഗുണ്ടൽപേട്ട്, പഞ്ചാബ്, കുർഗ്, മൈസൂര്, മൈസൂര്, ഈ എടപ്പള്ളി, പാലാരിവട്ടം, കലൂരൊക്കെ കൊള്ളാമല്ലോ. ഇല്ല അവിടെ ഒന്നും നോക്കുന്നില്ല. കാരണം എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ കലൂര് സ്റ്റേഡിയം കയറുമ്പോ ഇല്ലേ നമ്മളങ്ങനെയുള്ള അടുത്തേക്കൊന്നും നമ്മൾ പോകാറില്ല. നമ്മള് ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം ഈ മലയാളി പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല കൂടുതൽ. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ കെട്ടിക്കോട്ടെ, പക്ഷെ ഞാൻ കെട്ടാൻ പോകുന്നത് തമിളത്തിമാരെയും. അപ്പൊ അവരോടൊന്നും ആരും നമ്മളെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കില്ല. മനസ്സിലാക്കാനുള്ള സെൻസ് അലൻ ജോസ് വരെ പറ്റിയിട്ടൊന്നും അറിയാത്ത ആൾക്കാർ പോയി കല്യാണം കഴിക്കും. നമ്മൾ പറയാം മലയാളികളെ പാലോക്കും. പക്ഷെ അന്യഭാഷയുള്ള ആൾക്കാരോട് ഇവര് ഏത് ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് അറിയണം. എന്നാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും അടുത്ത വർഷം എന്തായാലും 25-26 വയസ്സ് ഞാൻ ആ പഴയ ഒരു വീഡിയോ ഒന്നും കൂടി വീണ്ടും പറയാണ്. കാര്യം ഇവരെ കെട്ടുന്ന പെണ്ണിന് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. അവരെ വീട്ടിൽ പോയി നിൽക്കാനും, അവരുടെ വീട്ടിലെ പണി അല്ലെ, തുണി അലക്കി കൊടുക്കും, എല്ലാ പണി ഇവൻ ചെയ്യും. ഏതെങ്കിലും പെൺകുട്ടി സാധാരണ വീട്ടിലെ അമ്മമാർക്ക് സങ്കടം ഇരിക്കും, എന്റെ മോള് പോയല്ലാന്ന്. ഇവനെ കെട്ടിച്ചു കൊടുത്ത ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് സങ്കടമില്ല. ഇവൻ അവിടെ പോയി നിൽക്കാൻ തയ്യാറാ. ഇപ്പോഴുള്ള പല ആൾക്കാരും തെറ്റായിട്ട് പറഞ്ഞല്ല, പലരും സ്ത്രീധനം മേടിച്ചിട്ട് പെൺകുട്ടികളെ കൊല്ലുന്നു, അങ്ങനെയുള്ള പല പരിപാടികൾ കാണുന്നുണ്ട്. വേണ്ടെന്നാണ് പറഞ്ഞത്. വേണ്ട, നമുക്ക് സ്ത്രീധനം വേണ്ട. അങ്ങോട്ടാണ് ഭയങ്കര വരുമാനം ഉണ്ടാകുന്നത്. ഇപ്പൊ ഡെയിലി 10K വരുമാനമുണ്ട്. ഒരു ദിവസം 10,000, 15 വരെയും വരും. ഒരു മാസം എത്ര വരുമാനമുണ്ട്? മാസം 65,000 രൂപ. 1 ലക്ഷം രൂപ വരെ നമ്മൾ ചെലവായി പോകുന്ന പൈസ, ഒരു ദിവസം കിട്ടുന്ന പൈസ 5,000, 1,200 ചെലവായി പോകുമല്ലോ. 1000 രൂപയുള്ളൂ. 65,000 ബാലൻസ് ഉള്ള ആള്. ബാലൻസ് അല്ല, ഞാൻ ചെലവാണ് ഞാൻ പറഞ്ഞത്. 65,000 രൂപ ചെലവ് വരുന്നുണ്ട്. അണ്ണന് ക്യാൻസർ വന്നു, അതിന്റെ ഭാര്യയുടെ കമന്റുകൾ വന്നു. അടുത്തത് അലൻ ജോസ് പെരേര അടുത്ത അസുഖം എയ്ഡ്സോ വേറെ എന്തെങ്കിലും. നമ്മള് പിന്നെ എനിക്കിപ്പോ പല പനിയും ജലദോഷവും ഒക്കെ ഉള്ളത് ഞാൻ വിളിച്ചു പറയാറില്ല. എനിക്ക് പല അസുഖങ്ങളും ഉണ്ടാകാം, അതൊക്കെ അസുഖമില്ല. എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. എനിക്കങ്ങനെ അസുഖങ്ങളുടെ പേരും പറഞ്ഞ് റീച്ച് ആക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം സീരിയൽ ചെയ്ത് തന്നെ മനോരമ ന്യൂസ് വാർത്ത വന്നതാണ്. മറ്റേ സാറിന്റെ സീരിയൽ ചെയ്ത് തന്നെ വാർത്ത വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പേരെന്ന് പറഞ്ഞൊരു സീരിയൽ ഒരു വെബ് സീരീസ് കാരണം അത് വാർത്ത വന്നു. അപ്പൊ അങ്ങനെ മാന്യമായിട്ട് വാർത്ത വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ അസുഖങ്ങൾ ഇല്ലാത്ത അസുഖങ്ങളെ പറഞ്ഞ് നമുക്ക് വൈറലാകാൻ താല്പര്യമില്ല. ആരൊക്കെ ചെയ്തത് തെറ്റാണെന്ന് പറയാം. കൊണ്ട് ക്യാൻസർ മാറിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്നത് തെറ്റാണ്. ഡോക്ടർ അസുഖം വരാണ്ടിരിക്കട്ടെ, പുള്ളിക്ക് അസുഖം തലേന്ന് രാത്രി വരെ കൂടെ ഞാൻ ഉണ്ടായി. അപ്പൊ എന്നോട് ചോദിച്ചു, റീച്ച് കുറഞ്ഞല്ലോടാ, പെരേരൊക്കെ റീച്ച് കൂടുതൽ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അണ്ണ സാഗറിലേക്ക് മോലാന്റെ ഒരു ഡാൻസ് കളിക്കുന്നു. അത് നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലാവും. ഫേസ്ബുക്കിൽ ഞാൻ അയാളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോ പിന്നെ ഇയാള് ഇങ്ങനെ ആലോചിക്കുക, ഒരു പടക്കം പൊട്ടിക്കണമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ ഇയാള് എഴുതിയിട്ടേക്കണത് എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, എടാ എനിക്ക് റിപ്പോർട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ടോ, ഞാൻ വീഡിയോ ചെയ്തു. 5 ലക്ഷം പേരോളം കണ്ടുകയും ചെയ്തു. അത് കണ്ടപ്പോ എന്നെ എല്ലാവരും തെരുവിളിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോ അയാൾ പിന്നെ ഇട്ടേക്കണത് ക്യാൻസർ ഇല്ല, ഡോക്ടറിന് തെറ്റുപറ്റിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരാളും കൂടെ കേസ് കൊടുക്കാൻ പോയി. ഇയാൾ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് റീച്ച് ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അപ്പൊ ഇയാൾ പേടിച്ചു പോയി. അപ്പൊ ഇയാൾ ഇന്നലെ പോസ്റ്റ് ഇട്ടേക്കണ്, എനിക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് റീച്ച് കുറഞ്ഞുകൊണ്ടാണ് ചെയ്തത്.
ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടെ നിർത്തി കുറെ നാൾ നന്നാണ്. ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ല കാരണം ഇടിക്കും ചിലപ്പോ. കാര്യം എന്ന് വെച്ചാൽ കൂടെ നിക്കണവരെ വലിയ മണ്ടന്മാരാക്കണ അയാള്. നല്ല ഇടിയുടെ കുറവുണ്ടായിരുന്നു. പക്ഷെ അത് മിക്കവാറും ഞാൻ തന്നെ കൂടുതൽ ആൾക്കാരെ അടിക്കാൻ മിക്കവാറും ഞാൻ തന്നെ പുള്ളിക്ക് നേർച്ചയിടും. കാരണം എന്താ വെച്ചാൽ പുള്ളി എന്നെ കുറിച്ച് ഇപ്പൊ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മായ്മോഹത്തെ അവരുടെ കാര്യമല്ല, എന്നെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അയാളുടെ കൂടെ തലേന്ന് ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെ ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിയുടെ പേരിൽ ആൾക്കാരെ പിരിവെടുത്തെന്ന് പറയുന്നത്. പക്ഷെ പുള്ളി തെളിവ് കാണിക്കുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അയാളുടെ പേരിൽ 10 രൂപ ഒരാളും ചോദിച്ചാൽ തരൂല. പിന്നെ അയാളുടെ പേരിൽ പിരിവെടുക്കാൻ പോകും. അയാൾക്ക് അസുഖം സീരിയസ് ആയിട്ട് പറഞ്ഞു. അയാൾ ജനങ്ങൾ 1 രൂപ പോലും അയാൾക്ക് തരൂല. അയാൾ അതേപോലെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. അയാൾക്കുള്ള ചികിത്സ എന്തായിട്ടാണ്? ചികിത്സക്ക് നോർത്ത് ഗവൺമെന്റ് ഇടപെട്ട് ഇയാളെ ഒന്നെങ്കിൽ പ്രാന്താശുപത്രി കൊണ്ടിടണം. കാര്യം എന്താ വെച്ചാൽ ഇയാള് ഒരു ദിവസം പറഞ്ഞ രാവിലെ പറഞ്ഞല്ല ഉച്ചക്ക് പറയണം, ഉച്ചക്ക് പറഞ്ഞല്ല രാത്രി പറയണം. കാര്യം ഈ കൂടെ ഒരു 1.5 വർഷമായിട്ട് നടക്കണ എനിക്ക് അപ്പൊ ഇയാളെ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇയാളെ പ്രാന്താശുപത്രിയിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താന്ന് വെച്ചാൽ അത്രക്ക് മോശമായ രീതിയിലാണ് ഇയാൾ പോകുന്നത്. റീച്ച് പറഞ്ഞ അപ്പൊ ഇയാള് എന്തെങ്കിലും ഉടായ്പ കാണിക്കും. അതിൽ ഈ ആറാട്ടെണ്ണൻ അപ്പൊ അതിൽ ഉൾപ്പെടുത്തണം, നമ്മളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പൊ നമ്മളും കൂടി അതിനകത്ത് പൊട്ടന്മാരായി പോണേന്ന്. മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ അയാൾ നേർച്ച മേടിക്കും. ഫസ്റ്റ് നേർച്ച ഞാൻ തന്നെ ഇടും. കാരണം എന്താ വെച്ചാൽ എന്നെ കുറിച്ച് ഇപ്പൊ മോശമായിട്ട് അയാൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് തലേന്ന് രാത്രി വരെ കൂടെ ഉണ്ടായത്. രാവിലെ നോക്കുമ്പോൾ പോസ്റ്റ് എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു എടോ റിപ്പോർട്ട് എവിടെ? അപ്പൊ റിപ്പോർട്ട് ഉച്ചക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ആ ഉച്ചക്ക് റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനപ്പോ എന്ത് വേഗം ഇയാൾക്ക് ക്യാൻസർ ആണെന്നുള്ളത് വീഡിയോ ചെയ്തപ്പോ പിന്നെ ഇയാൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ ഡോക്ടറിന് തെറ്റ് പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഡോക്ടർ, ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് വെച്ചിട്ട് അയാൾ അത് പറയണില്ല. പിന്നെ ഇന്നലെ ഇയാൾ പറയണ ഞാൻ റീച്ച് പറഞ്ഞോണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്ത് പറയാനായിട്ടാണ് അയാള്?